അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ 25% അധികം ഷെയർ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് സർക്കാരിൻ്റെ പെർമിഷൻ മേടിക്കണം എന്നുള്ള കാര്യം കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഗുരു കൂടിയായിട്ടുള്ള ജി കാർത്തികേയൻ്റെ മരുമകളാണ് ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദിവ്യ എസ് അയ്യരെ എന്തിനു വേണ്ടിയിട്ടാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? വിഴിഞ്ഞം പോർട്ട് അധികൃതരിൽ നിന്ന് വരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദാനിക്ക് ഏകദേശം 12ഓളം കാരണം കാണിക്കൽ നോട്ടീസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചട്ടലംഘനം നടത്തിയതിൻ്റെ പേരിൽ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഴിമതിയുടെ ചെറിയൊരു സ്മെല്ല് നമുക്ക് മണക്കുന്നുണ്ട്. ഇതുകൂടാണ്ട് എന്താ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷൻ സമുദ്രയുമായിട്ട് ഇത് കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. നമസ്കാരം. വിഴിഞ്ഞം തുറമുഖത്തെ അദാനി ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയം ഓരോ ദിവസം കഴിയുന്തോറും കുരുക്ക് കൂടുതൽ മുറുകുന്നതല്ലാതെ അഴിയുന്ന ഒരു ലക്ഷണം പോലും കാണുന്നില്ല. ഇപ്പം ഇതിൽ നമുക്കറിയാം അദാനി അവരുടെ 49% ഓഹരി വിൽക്കുന്നു എന്നതാണ് പ്രശ്നം. പക്ഷേ ഈ വിഷയത്തിൽ അദാനിക്കും പോർട്ടിനും സർക്കാരിനും ഇടയിൽ നിൽക്കുന്ന ഒരു കൺസെഷൻ കരാറുണ്ട്. ഈ കരാറിലെ വ്യവസ്ഥകളും കണക്കുകളും ഇപ്പോഴും കുറച്ച് സങ്കീർണം തന്നെയാണ്. പെട്ടെന്ന് ആർക്കിപ്പോഴും അത്ര ക്ലാരിഫൈ അല്ലാത്ത ഒരു വിഷയമാണ് ഇതിലെ കണക്കുകൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകൻ ഏലിയാസ് ജോൺ അടക്കമുള്ളവർ സർക്കാരിന് അനുകൂലമായ രീതിയിലാണ് ഈ കണക്കുകൾ അവതരിപ്പിച്ചത്. അദ്ദേഹം നമുക്കറിയാം വർഷങ്ങളായിട്ട് ഈ പോർട്ട് യാഥാർത്ഥ്യമാവാൻ വേണ്ടി നിലകൊണ്ടൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ അവതരിപ്പിക്കുന്ന കണക്കുകൾ ഈ ഓഹരിയിലെ 25% ബന്ധപ്പെട്ട ഒരു വിഷയമാണ് പറഞ്ഞത്. അതിലെവിടെയെങ്കിലും ഒരു ചെറിയ വ്യക്തത കുറവുണ്ടോ, അല്ലെങ്കിൽ പറഞ്ഞതാണോ ശരിക്കുള്ളത്? ഇല്ല, ഏലിയാസ് ജോൺ സാർ ഇന്നലെ പറഞ്ഞതിനകത്ത് തെറ്റുണ്ട്. ആ തെറ്റെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അദാനിയുടെ ഷെയർ, ഇപ്പോൾ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, ഈ കമ്പനിയുടെ 25% ഷെയർ അല്ല, മറിച്ച് ആകെ വരുന്ന വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡ് ഉണ്ടല്ലോ, വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിൻ്റെ 25% ഷെയർ വിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സർക്കാർ അനുമതി വേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരും ഈ പറഞ്ഞ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ കൃത്യമായിട്ട് ക്ലോസ് നമ്പർ 5.3 കൃത്യമായിട്ട് ഒബ്ലിഗേഷൻസ് റിലേറ്റിംഗ് ടു ചേഞ്ച് ഓണർഷിപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് 5.3.1 കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് AVPPL അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ 25% അധികം ഷെയർ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് സർക്കാരിൻ്റെ പെർമിഷൻ മേടിക്കണം എന്നുള്ള കാര്യം കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നുണ്ട്. 25%മോ അതിലധികമോ ഇക്വിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ പെർമിഷൻ മേടിക്കണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് AVPPL എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ അദാനിയുടെ ഓണർഷിപ്പിലുള്ള കമ്പനിയാണ്. ഇതിൻ്റെ ഡയറക്ടർമാർ ആരാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിൻ്റെ ഡയറക്ടേഴ്സായിട്ട് വരുന്ന രാജേഷ് കുമാർ ജ, പ്രദീപ് ജയരാമൻ, മുത്തുകുമാരൻ ദുരൈസ്വാമി, ചിത്ര ജാതീന്ദ്ര ഭട്നാഗർ, ഈ 4 പേരാണ് ഈ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് ഇവരുടെ കമ്പനിക്ക് മേൽ ഈ എഗ്രിമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ സർക്കാർ വിഴിഞ്ഞം പോർട്ട് ഈ പറഞ്ഞ AVPPL കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിരുന്ന വ്യവസ്ഥകളിൽ ഒന്നാണ് ഈ പറഞ്ഞ കമ്പനിയുടെ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർസ് പുറത്തു കൊടുക്കുന്ന സമയത്ത് 25%-ലധികം പുറത്തു കൊടുക്കുന്ന സമയത്ത് അത് സർക്കാരിൻ്റെ പെർമിഷൻ വേണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം ഇന്നിതാ ഇപ്പോൾ വീണ്ടും അദാനിയുടേതായിട്ടുള്ള ഒരു വിശദീകരണം പുറത്തു വന്നിരിക്കുന്നു. ആ വിശദീകരണത്തിലും കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? തങ്ങളുടെ പ്രവർത്തന കമ്പനിയായ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിലെ 49% ഓഹരികൾ MSCക്ക് കൈമാറാനുള്ള നീക്കത്തിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി പാലിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതല്ല, ശരിയല്ലത്. നിർമ്മാണ ഘട്ടത്തിലും വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ആദ്യ വർഷത്തിലും കുറഞ്ഞത് 51% ഓഹരിയെങ്കിലും കൈവശം വെക്കണമെന്ന് കരാർ വ്യവസ്ഥ അനുശാസിക്കുന്നുണ്ട്. തുടർന്ന് കുറഞ്ഞത് 26% ഓഹരികൾ കൈവശം വെച്ചാൽ മതിയാകും. ബാക്കിയുള്ള ഓഹരികൾ സർക്കാരിൻ്റെ അനുമതിയോടെ വിറ്റഴിക്കാൻ ഇതിലൂടെ സാധിക്കും. തുറമുഖം ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ച് 2 വർഷത്തിന് ശേഷം നിയമപരമായി 74% വരെ ഓഹരികൾ വിറ്റഴിക്കാൻ അദാനി ഗ്രൂപ്പിന് കരാർ പ്രകാരം സാധിക്കും. ഇത് അദാനി ഗ്രൂപ്പിൻ്റെ വിശദീകരണമാണ്. ഇത് ഇന്നലെ ഏലിയാസ് ജോൺ സാർ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് അദാനി വിശദീകരണമായിട്ട് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഇത് തെറ്റാണ്. അതായത് ഈ പറഞ്ഞ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അദാനിയുടെ ഓണർഷിപ്പിലുള്ള കമ്പനിയാണ്. 100% ഷെയർ അദാനിയുടെ ഓണർഷിപ്പിലാണ്. പക്ഷേ
സംസ്ഥാന സർക്കാർ ഒരു നിർമ്മാണ കരാർ ഇവർക്ക് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനകത്ത് നിർവചിച്ച് പറയുന്നുണ്ട്. അതായത് 5.3 എന്ന ക്ലോഷറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ പറഞ്ഞ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഓഹരി 25% കൂടുതൽ മറ്റാർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് സർക്കാരിൻ്റെ അനുമതി വാങ്ങിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ ആ ഒരു കാര്യം ഇന്നലെ ഏലിയാസ് ജോൺ സാർ എന്തിനു വേണ്ടി പറഞ്ഞു എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. കാരണം വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് കൃത്യമായി പഠനം നടത്തിയിട്ടുള്ള, കൃത്യമായിട്ട് ധാരണകളുള്ള ഒരുപാട് പ്രാവശ്യം നമ്മൾ തന്നെ ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി അദ്ദേഹത്തെ തന്നെയാണ് വിളിച്ചത്. അപ്പോൾ അദ്ദേഹമാണ് നമ്മളോട് തന്നെ പറഞ്ഞു തന്നത് ഇതിൻ്റെ ഒരു വ്യവസ്ഥ എങ്ങനെയാണ് എന്നുള്ളതും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് അദാനി പോയിരിക്കുന്ന കാര്യങ്ങളിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ദിവ്യ എസ് അയ്യരെ എന്തിന് നമ്മുടെ സംസ്ഥാന സർക്കാർ മാറ്റി? നമ്മുടെ ചില സംശയങ്ങളാണ്. മുഖ്യമന്ത്രി എന്താണ്, മുഖ്യമന്ത്രിയുടെ ഗുരു കൂടിയായിട്ടുള്ള ജി കാർത്തികേയൻ്റെ മരുമകളാണ് ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദിവ്യ എസ് അയ്യരെ എന്തിനു വേണ്ടിയിട്ടാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? കാരണം അതിനുള്ള ഒരു മറുപടിയായിട്ട് ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതും അവിടെ നിന്ന് വിഴിഞ്ഞം പോർട്ട് അധികൃതരിൽ നിന്ന് വരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദാനിക്ക് ഏകദേശം 12ഓളം കാരണം കാണിക്കൽ നോട്ടീസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചട്ടലംഘനം നടത്തിയതിൻ്റെ പേരിൽ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് പലതിനും അവർ മറുപടി നൽകിക്കൊണ്ടിരുന്നു. പക്ഷേ ഇത് അവരെ സംബന്ധിച്ച് ഡിസ്റ്റർബൻസ് ആണ്. കാരണം സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ MD സ്ഥാനത്തിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ചട്ടലംഘനങ്ങൾ ഒരുപാട് വരും. ആ ചട്ടലംഘനങ്ങൾ വരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു MD ആയിരുന്നു ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ദിവ്യ എസ് അയ്യരെ നീക്കം ചെയ്തതിൽ ചില സംശയങ്ങളുണ്ട് നമുക്ക്. കാരണം പിണറായി സർക്കാർ ഇരുന്ന കാലഘട്ടത്തിൽ പിണറായി വിജയനോടും അദാനി സമാനമായ രീതിയിലുള്ള സമ്മർദ്ദത്തിൽ ആഴ്ത്തിയിരുന്നു. പക്ഷെ ആ സമ്മർദ്ദത്തിന് വഴങ്ങാതെ തന്നെ ദിവ്യ എസ് അയ്യരെ ആ പൊസിഷനിൽ ഇരുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി കള്ളം പറയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ അദാനി ഗ്രൂപ്പ് നടത്തിയിട്ടുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളേ ഉള്ളൂ. കാരണം അവരൊരിക്കലും എഗ്രിമെന്റിലേക്ക് പോയിട്ടില്ല. ഒരു MOU മാത്രമാണ് സൈൻ ചെയ്തിരിക്കുന്നത്. MSC എന്ന് പറയുന്ന കമ്പനിയായിട്ട് ഒരു MOU മാത്രമാണ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് വേറെ ദുരൂഹതകളൊന്നുമില്ല, കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു ധാരണാപത്രം ഒപ്പുവെച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള പെർമിഷൻസ് ഒക്കെ വാങ്ങാം. ഇതിപ്പോൾ അദാനിയും ഇങ്ങനെ കള്ളം പറയേണ്ട കാര്യമില്ല. അദാനിയുടെ പ്രസ്താവനയിൽ അദാനി പറഞ്ഞിരിക്കുന്ന കള്ളമാണ്. ടോട്ടൽ ഷെയറിന്റെ 25% അല്ല, ആകെപ്പാടെ അദാനിയുടെ കയ്യിലുള്ള ഷെയർ എത്രയാണ്? ഒരു 24 തൊട്ട് 28%. അദാനിയുടെ കയ്യിലുള്ള ഷെയർ എന്ന് പറയുന്നത് നിസാര ഷെയറുകളാണ്. 27.69% ഷെയറാണ് അദാനിയുടെ കൈവശമുള്ളത്. ഈ 27.69%, 25% വിൽക്കണമെങ്കിൽ സർക്കാർ അനുമതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സർക്കാർ അങ്ങനത്തെ ഒരു എഗ്രിമെന്റിൽ ഒപ്പിടുവോ? ഇത് ഈ പറഞ്ഞ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തിനാണെന്ന് അദാനി കള്ളം പറയാൻ വേണ്ടി പോകുന്നത്? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞാൽ മതി, ഒറ്റ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം ഇത് അദാനിയെ സംബന്ധിച്ചിട്ട് അവർ MSCയുമായിട്ട് കൂടിയാലോചനകൾ നടത്തുന്നു. ഇൻവെസ്റ്റ്മെന്റ് വരികയാണെങ്കിൽ വരട്ടെ. പക്ഷെ ഇവിടെ തെറ്റിപ്പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പത്രമാധ്യമങ്ങളെ കൊണ്ട് ആദ്യം തന്നെ ഒരു PR വർക്ക് ചെയ്യിപ്പിച്ചു. 13,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നു. ഇത് പ്രാഥമിക ധാരണയായിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങൾ മുൻപോട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഫൈനൽ എഗ്രിമെന്റിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറയേണ്ടിരുന്ന കാര്യം വെച്ചാൽ ഇതൊരു MOU മാത്രമാണ് സൈൻ ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് അടുത്ത് റിക്വസ്റ്റ് വരുന്ന സമയത്ത് അത് ഒരു ഉപസമിതിയെ വെച്ച് പരിശോധിപ്പിക്കും. അല്ലെങ്കിൽ വിദഗ്ധമായിട്ടുള്ള പരിശോധന നടന്നതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ ഒരു നിയമസഭ ഉപസമിതിയെ വെക്കും. എല്ലാ കക്ഷി പാർട്ടിയുടെ ആളുകൾ അതിനകത്ത് വരുമല്ലോ. എല്ലാ പാർട്ടിയുടെ MLA മാരെ വെച്ചുകൊണ്ട് ഒരു നിയമസഭ ഉപസമിതി രൂപീകരിച്ച് ആ ഉപസമിതി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പെർമിഷൻ കൊടുക്കുകയുള്ളൂ എന്നൊരൊറ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാദങ്ങളൊന്നും ഇവിടെ വരത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് ഏതാണ്ടൊക്കെ ചില കാര്യങ്ങൾ മറയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ രഹസ്യാത്മകമായിട്ട് ചെയ്യാനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു സംഭവം ഇത്ര വിവാദമായിട്ട് പോയിട്ടുള്ളത്. കാരണം വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്ന അനവധി തൊഴിലവസരങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഏലിയാസ് ജോൺ സാർ പറഞ്ഞത് ആ കാര്യം വളരെ കറക്റ്റാണ്. 2,454 കോടി രൂപയാണ് മൊത്തത്തിൽ അദാനി ഗ്രൂപ്പ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. അതേസമയം സംസ്ഥാന സർക്കാരിന് 12,000 കോടിക്ക് മുകളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ 2,454 കോടിയിലേക്കുടെ ലാഭമായിട്ടല്ല ഈ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അത് കറക്റ്റാണത്. കാരണം ഇനി അവിടെ നടത്തേണ്ട വർക്കുകളുണ്ട്. ഈ വർക്കുകളുടെയും അത് കൂടാതെ തന്നെ നോർമലി നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് ഈ പ്രൊജക്റ്റിന് ഒരു വാല്യുവേഷൻ ഇടും. ആ വാല്യുവേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത് 27,000 കോടിയിലേക്ക് വന്നേക്കുന്നത്. ഈ 27,000 കോടിയുടെ 49% എന്ന് പറയുന്നതാണ് ഈ പറയുന്ന 13,230 കോടി രൂപ എന്ന് പറയുന്നത്. ഈ പൈസ സ്വാഭാവികമായിട്ടും ഇവിടെ തന്നെയാണ് മുടക്കുന്നത്.
അവിടുത്തെ നിർമ്മാണ പ്രവർത്തികൾക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരും. ബാക്കി വരുന്ന പണം അദാനി മുടക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് അദാനിക്ക് ലാഭമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലാഭം എന്ന് ഇപ്പൊ പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു ലാഭമാണ്. അപ്പൊ നമ്മുടെ മാധ്യമങ്ങളും ചെറിയ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. എങ്കിൽ ഈ പ്രൊജക്ട് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്തൊക്കെയോ കാര്യങ്ങൾ നിയമസഭയ്ക്കകത്ത് മറച്ചു വെച്ചു. ആ മറച്ചു വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതുപോലുള്ള വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്, വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി മറുപടി പറയാത്തതാണ് ഇവിടെ മെയിൻ പ്രശ്നം. അല്ല, അതാണ് കാര്യം. കാരണം അതാണ് കാര്യം. ദിവ്യ എസ് അയ്യരെ എന്തുകൊണ്ട് മാറ്റി? ഒരുപക്ഷെ CPM അനുകൂല നിലപാട് സ്വീകരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം കോൺഗ്രസ് നേതാവായിട്ടുള്ള G കാർത്തികേയന്റെ മരുമകൾ S ശബരിനാഥന്റെ ഭാര്യ. അപ്പൊ അവരൊരിക്കലും അവർക്ക് വ്യക്തിത്വമുണ്ട്, അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്. അവർക്ക് മുഖ്യമന്ത്രിയായിട്ട് വളരെ അടുത്ത, മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇതൊക്കെ സമ്മതിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ദിവ്യ എസ് അയ്യരെ മാറ്റി? അദാനി പറഞ്ഞിട്ടാണോ ദിവ്യ എസ് അയ്യരെ മാറ്റിയത്? ഈ പറഞ്ഞ MSC കമ്പനിയുമായിട്ട് നടക്കാൻ പോകുന്ന ഡീലുകളെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഷെയർ ട്രാൻസ്ഫറിനെ കുറിച്ച് ഉള്ള ധാരണാപത്രം ഒപ്പിടാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് മുഖ്യമന്ത്രി, അദ്ദേഹം തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ പാടില്ലായിരുന്നില്ലേ? അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ധാരണയുണ്ട്. പക്ഷേ അത് നിയമസഭയ്ക്കകത്ത് പെട്ടെന്ന് സമ്മതിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രതിഫലനങ്ങൾ, പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അപ്പോഴും മനസ്സിലായിട്ടുണ്ട്. MOU എഗ്രിമെന്റും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലായിട്ടില്ല. അദ്ദേഹം സമ്മതിച്ചാൽ മതി. ഏതൊരു കമ്പനിക്കും ഒരു MOU ഉണ്ടാവും. അതൊരു പ്രാഥമിക ധാരണ മാത്രമാണത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് ഞങ്ങൾ ഇന്ന ദിവസത്തിനുള്ളിൽ തരും എന്നുള്ളൊരു പ്രാഥമിക MOU മാത്രമാണത്. ആ MOU സർക്കാരിന് അറിയാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ എന്ത് വലിയ വിവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമിക കാര്യങ്ങളാണ് സർക്കാർ ഇനി ചെയ്യേണ്ടത്. അതായത് ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് പറ്റുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ പരിശീലിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലന കോഴ്സുകളെ കുറിച്ചാണ് സർക്കാർ ചിന്തിക്കേണ്ടത്. അതെങ്ങനെ നടപ്പിലാക്കും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് എങ്ങനെ തൊഴിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് സർക്കാർ ചിന്തിക്കട്ടെ. വിവാദങ്ങളൊക്കെ മാറ്റി നിർത്ത്. പക്ഷേ ഇവിടെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഴിമതിയുടെ ചെറിയൊരു സ്മെല്ല് നമുക്ക് മണക്കുന്നുണ്ട്. ഇതുകൂടാണ്ട് എന്താ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷൻ സമുദ്രയുമായിട്ട് ഇത് കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു വലിയ അഴിമതിയിലേക്ക് കൂടിയായിരിക്കും വിരൽ ചൂണ്ടുന്നത്. സുതാര്യമായിരിക്കണം കാര്യങ്ങൾ എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഓർക്കുക. പറയുന്ന കാര്യങ്ങൾ, വാക്ക് അത് മാറാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട് ഈ അവസരത്തിൽ മുഖ്യമന്ത്രി എന്നാണ് എനിക്ക് പറയാനുള്ളത്.